സൂക്ഷിച്ചു പോണേ മോൻ. ശരീരം നോക്കാം, ഹേമത്തെങ്ങും അടയരുത്. ചെന്നാലുടനെ എഴുത്തയക്കണം. വേണം മുമ്പേ നടന്നോ, 3 പേരായിട്ട് ഇറങ്ങണ്ട. ഞാൻ നടന്നോളാം. പക്ഷെ ഞാൻ സ്റ്റേഷനിലെത്തി വണ്ടി പോയി കഴിഞ്ഞാൽ ഇവിടെ യാത്ര ചോദിച്ചു കഴിയുമോ എന്നാണ് എനിക്ക് സംശയം. പോയി വരട്ടെ. പോയി വാ മോൻ. ഇത് ശാരദ പോട്ടെ. തലവേദന നിങ്ങളുടെ കൈ തൊട്ടാ എനിക്ക് കൂടുതൽ വേദനിക്കും. നിർമ്മലേ, ഞാൻ വേണമെച്ചാൽ ആ ഡോക്ടർക്ക് ടെലിഫോൺ ചെയ്യാം. 5 നിമിഷത്തിന് അയാൾ ഇവിടെ വരും. ആര്? ആ കിഴവന്. പെണ്ണുങ്ങളെ കണ്ട കൈ വരയ്ക്കുന്ന സത്വം. എനിക്ക് അവിടെ ഒന്നും ചികിത്സ വേണ്ട. നിങ്ങൾ ആ ടൈലറിംഗ് ഹൗസിലേക്ക് ഫോൺ ചെയ്ത് എന്റെ ബ്ലൗസ് തയ്ച്ചോന്ന് ചോദിക്കും. ബ്ലൗസിന് കൈ വേണോ വേണ്ടേ? കൈ വേണ്ട. കൈ വേണ്ട. വേണ്ട വേണ്ട. നിങ്ങളോട് ഞാൻ ഇനി മിണ്ടില്ല. പ്രമോദ് ആ ആംഗ്ലോണ്ടിയൻ പെണ്ണിന്റെ കൂടെ പിക്ചർ കാണാൻ പോയിട്ടുണ്ടാവും. ഡാഡി ഒരു പ്രശ്നമില്ല, മമ്മി എന്റെ സൈഡാ. പറഞ്ഞോളൂ പറഞ്ഞോളൂ. ജനിച്ചു കഴിഞ്ഞാൽ തന്ത ആർക്കും ഒരു പ്രശ്നമല്ല. തുടരട്ടെ. നിങ്ങൾക്ക് കണ്ണു കണ്ടൂടെ? ഗേറ്റിൽ ബിവെയർ ഓഫ് ഡോഗ്സ് എഴുതി വെച്ചിട്ടില്ലേ? ക്ഷമിക്കണം, ഞാനങ്ങ് കേരളത്തിൽ നിന്നും വരികയാണ്. അത് കണ്ടപ്പോഴേ മനസ്സിലായി. കേരളത്തിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്ന് നായയുടെ കടികൊള്ള നിങ്ങളോട് ആര് പറഞ്ഞു? പാവം ഭയന്നിട്ടുണ്ടാവും. ആഹാ കൃഷ്ണ, എല്ലാം ഒന്ന് ഓതി കൊടുത്താട്ടെ, ഭയം മാറും. ഒരു സിമ്മതി വന്ന് കാട്ടില്ലേ? ഏതായാലും അകത്തേക്ക് വരണം, അവിടെ സംസാരിക്കാം. അതെ അതെ, നിർമ്മല പറഞ്ഞ പോലെ അകത്തേക്ക് വരും, അവിടെയും സംസാരിക്കാം. നിങ്ങൾ ഏതാ? എവിടെ നിന്ന് വരുന്നു? എന്താ കാര്യം? 13-ാം നമ്പർ വീട് ഇത് തന്നെയല്ലേ? ഇത് തന്നെയാ. എങ്കിൽ എനിക്കിവിടെ തന്നെയാണ് വരേണ്ടത്. എനിക്ക് മാലതി ശ്രീനിവാസനെ ഒന്ന് കാണണം. ഓഹോ, മാലതി ശ്രീനിവാസനെ കാണാനാണോ വന്നത്? അപ്പൊ തെറ്റിയത് വീടല്ല, സമയാണ്. ആട്ടെ, എന്താ പേര്? വിജയൻ. നിങ്ങൾ എന്തിനാ മാലതി ശ്രീനിവാസനെ കാണുന്നത്? എന്തെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് കരുതിയാണ്. ഞാനൊരു പാവപ്പെട്ട വീട്ടിലെയാണ്. ഒരു നിവൃത്തിയുമില്ലാത്തത് കൊണ്ട് മദിരാശിക്ക് വന്നതാണ്. അയ്യോ കഷ്ടം. മിസ്റ്റർ വിജയൻ, ഇങ്ങോട്ട് നോക്കൂ. മാലതി ശ്രീനിവാസൻ ഇപ്പോ താമ്പരത്താണ് താമസം. അവർ ഈ വീട് 2 മാസം മുമ്പേ വിറ്റു. ഞങ്ങളാണ് വാങ്ങിയത്. എന്റെ പേര് കൃഷ്ണ. പേര് നാളൊന്നും ചോദിച്ചില്ല. മാലതിയെ കണ്ടിട്ട് എന്ത് ജോലി കിട്ടാനാ? ഇവിടെ അടുക്കള ജോലിക്ക് ഒരാളെ ആവശ്യമുണ്ട്. എന്താ, നിക്കാം? എനിക്ക് എന്തായാലും അവരൊന്ന് കണ്ടേ മതിയാവും. ഒരു കത്ത് കൊടുക്കാനുണ്ട്. എവിടെ നോക്കട്ടെ? ഇവിടെ നോക്കട്ടെ. അത് ശരിയല്ല നിർമ്മലേ. മറ്റുള്ളവർക്കുള്ള കത്ത് അതിപ്പോ നിർമ്മലയ്ക്ക് വായിക്കാം. ഇത് യാതൊരു തെറ്റില്ല. കൃഷ്ണ, എന്താ വലിയ ഗായകനാണോ? എന്തുകൊണ്ട് ഇക്കാര്യം നേരത്തെ പറഞ്ഞില്ല? നല്ല കാര്യം തന്നെ. ഇരിക്കണം. ഞാനും ഒരു ഗായികയാണ്, പക്ഷേ പ്രൊഫഷണൽ സിംഗിങ് ഇല്ലെന്ന് മാത്രം. ഇരിക്കണം. ഇയാൾ പാടുമോ മമ്മി? ഇയാളോ? ഇദ്ദേഹം എന്ന് പറയണം. കലാകാരന്മാരെ ബഹുമാനിക്കാൻ ഇനിയും പഠിച്ചിട്ടില്ല. എന്തായാലും മിടുക്കം തന്നെ. ഒരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നു.
ഞാൻ ഗായകനാണ്, രാഘവ പണിക്കരുടെ മകനാണെന്ന്. രാഘവ പണിക്കർ ആശാനെ നമുക്ക് മറക്കാൻ ഒക്കുമോ? അയ്യോ, അദ്ദേഹം ഒരു കാലത്ത് ആരായിരുന്നു? എന്റെ മാരേജിന് രാഘവ പണിക്കരാശാന്റെ ക്ലാസിക്കൽ കച്ചേരി ഉണ്ടായിരുന്നു. ശാന്തമുലേക്ക സൗഖ്യമൂലെ എന്ന് തുടങ്ങുന്ന കീർത്തനം മൂപ്പനങ്ങോട്ട് പാടി തകർത്ത് ആലോചിക്കയ്യ. ആ ബൈ ദ ബൈ, ഞാൻ ആരാണെന്ന് ഇതുവരെയ്ക്കും പറഞ്ഞില്ലല്ലോ. ഞാനാണ് മിസ്റ്റർ SR മേനോൻ. എനിക്ക് 3 അണ്ടി ഫാക്ടറി ഇരിങ്ങാലക്കുട ഉണ്ടായിരുന്നു. 3 പൂട്ടി. കിട്ടിയ പണം കൊണ്ട് നാട് വിട്ടു. ഇപ്പൊ മദ്രാശി സുഖമായിട്ട് കൂടിയിരിക്കുകയാണ്. റിട്ടയർഡ് ലൈഫ്. മിസ്റ്റർ വിജയൻ ഒരു പാട്ട് പാടും. പാട്ടെന്ന് കേട്ടാൽ എനിക്ക് ഭ്രാന്താണ്. ഐ എം മാഡ്. ഞാൻ വേണമെങ്കിൽ ശ്രുതി ഇട്ട് തരാം. തമ്പിൽ കൊണ്ടുവരട്ടെ? നിർമ്മലയുടെ ശ്രുതിയുടെ പ്രസിദ്ധമാണ്. വേണ്ട. വേണ്ട, വിജയന് വിശക്കുന്നുണ്ടാവും. കാപ്പൂടി കഴിഞ്ഞിട്ട് വരാം, പാട്ടും പറ്റും. അല്ലെങ്കിൽ ഈ ഡാഡി ഇങ്ങനെയാണ്, എന്തെങ്കിലും തടസ്സം പറഞ്ഞുകൊണ്ടിരിക്കും. മിസ്റ്റർ വിജയൻ ഒരു പാട്ട് പാടും, നല്ല പാട്ട്. ശാരീരം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. വിജയൻ പ്ലീസ്. വിജയൻ പ്ലീസ്. ഞാൻ തോറ്റിരിക്കുന്നു. ഈ ശബ്ദം എന്നെ തോപ്പിച്ചു കളഞ്ഞു. തീർച്ചയായും വിജയൻ ദേവഗായകൻ തന്നെ. ബ്യൂട്ടിഫുൾ വോയിസ്. തീർച്ചയായിട്ടും നിങ്ങളൊരു ഗന്ധർവൻ തന്നെ, സംശയമില്ല. ഞാൻ ഈ പ്ലേബാക്ക് ആർട്ടിസ്റ്റ് പ്രമോദിനെ പരിചയപ്പെടുത്തി തരാം. അയാളും പാടും. പക്ഷേ ഈ പാട്ട് കേട്ടാൽ അയാൾ തോറ്റ് തൊപ്പിയിടും. അതെ. എന്നാൽ ഇനിയെങ്കിലും വല്ല കാപ്പിയോ ആഹാരമോ കഴിച്ചുകൂടെ? എടാ രാഘവ, എടാ രാഘവ. എന്നാ വേണ്ട, നിങ്ങൾ തന്നെ പോയി ശരിയാക്കണം. കൃഷ്ണ. ലഡ്ഡു ഇഷ്ടമല്ലേ? അതെ. പിന്നെന്താ കഴിക്കാത്തത്? ഈ ഇരിക്കുന്ന മുഴുവൻ കഴിക്കണം കേട്ടോ. മധുരം കഴിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ല. നിർമ്മലെ പ്ലീസ് ഒരെണ്ണം. ഡാഡിക്ക് ഡയബറ്റീസ് ആണ്, എന്നാലും സ്വീറ്റ്സ് കണ്ടാൽ തിന്നണം. വിജയന് ഹൽവ ഇഷ്ടമല്ലേ? അതെ. എനിക്ക് സ്വീറ്റ്സ് എന്ന് വെച്ചാൽ ഭ്രാന്താണ്. പക്ഷെ മിസ്റ്റർ മേനോന് ചായയിൽ പോലും പഞ്ചസാരയാകാൻ പാടില്ല. ചായയിൽ പഞ്ചസാര ആവാം, പക്ഷെ മൂത്രത്തിൽ പഞ്ചസാര പാടില്ലെന്നേ ഉള്ളൂ. ഗുരു ദിലീർ ഖാൻ എനിക്ക് പ്രസന്റ് ചെയ്തു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. നിർമ്മലെ, ഗുരു കുൽക്കർണി നിനക്കെന്താ ഒരു സാധനം തന്നല്ലോ? that was a വീണ. ഓ, ദാറ്റ് വാസ് എ വീണ. അതിവിടെ എവിടെയെങ്കിലും കാണും. പിന്നെ ഈ റേഡിയോഗ്രാം എനിക്ക് താമ്പരം വരെ ഒന്ന് പോകണമായിരുന്നു. എന്തിന്? മാലതി ശ്രീനിവാസനെ കാണാനോ? മാലതിക്ക് എന്റെ ചെറുവിരലിന്റെ സ്ഥാനം ഒരു രംഗത്തുമില്ല. എന്റെ വീട്ടിൽ വന്ന വിജയൻ ഇനി ഒരു സ്ഥലത്തും പോകണ്ട. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാ നിൽക്കുന്നത്? അതെ അതെ, നിർമ്മല പറഞ്ഞാലും ശരി. നിർമ്മലയോടൊപ്പം പിന്നെ മാലതി എന്തിനാ? എനിക്ക് എന്തെങ്കിലും ഒരു ജോലി. ജോലിയോ? വിജയന്റെ ഭാവി ഞാൻ ഇമാജിൻ ചെയ്തു കഴിഞ്ഞു. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. വിജയൻ വെറുതെ ഇരുന്ന് കൊടുത്തിച്ചാ മതി. എനിക്ക് പരിചയമില്ലാത്ത ഫിലിം പ്രൊഡ്യൂസേഴ്സ് മദ്രാസിലില്ല കേട്ടോ. നമ്മുടെ സിറ്റിസൺസ് ക്ലബിന്റെ ധനശേഖരാർത്ഥം ഉടനെ തന്നെ ഒരു ഗാനമേള ഓർഗനൈസ് ചെയ്യണം. നിങ്ങളുടെ ക്ലബ് സെക്രട്ടറിയോട് നിങ്ങളും ഒന്ന് പറയണം. ഓ, അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ പറഞ്ഞ ആര് കേൾക്കാനാ? ഞാൻ തന്നെ പറഞ്ഞോളാം. നിങ്ങൾ ചെയ്തു തരുന്ന ഈ ഉപകാരത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊന്നും സാരമില്ല. മമ്മി, മമ്മി, ഞാൻ പുറത്തേക്ക് പോകുന്നു. ഓക്കെ, എക്സ്ക്യൂസ് മീ മിസ്റ്റർ വിജയൻ. ബൈ ബൈ. ബൈ. ഷീസ് മാഡ് ഓഫ് മ്യൂസിക്. വിജയനെ കണ്ട ശേഷം അവൾ നിൽക്കൊന്നുമല്ല. Poor girl. Poor boy. വിജയന്റെ എഴുത്ത് വന്നു അമ്മേ? ഒരു വിവരവും ഇല്ല മോളെ. എന്റെ ചെറുക്കന് വഴി തെറ്റി കാണുമോ എന്തോ. വഴി എങ്ങനെയാ അമ്മേ തെറ്റുന്നത്? നിന്നോട് ചോദിച്ചോടി. ഒരു പഠിത്തക്കാരി, എന്ത് പറഞ്ഞാലും പുച്ഛം. എന്റെ മോളെ, അവൻ ഇതിനു മുമ്പ് ഇത്രയും ദൂരം വല്ലയിടത്തും പോയിട്ടുണ്ടോ? എന്തെങ്കിലും കുഴപ്പം പറ്റിയ സഹായത്തിന് ആരെങ്കിലും ഉണ്ടോ? പെറ്റ വയറെരിഞ്ഞ് നീറുക. ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ട് ദിവസം 3 ആയി. സാരമില്ലമ്മേ, വിജയൻ ചെന്ന് ചേർന്ന് കാണും. 2 ദിവസത്തിനകം വിവരം അറിയാതിരിക്കില്ല. എനിക്കൊരു സമാധാനവും ഇല്ലേ എന്റെ ഭഗവതി. അമ്മ വിഷമിക്കാതിരിക്കൂ. വിജയൻ ഒരു കുഴപ്പവും വരില്ല. എന്താന്നാ ശരിച്ച പാത്രത്തില്? ശകലം മോര്. പാത്രം ഞാൻ പിന്നെ വന്നെടുത്തോളാം. വരട്ടെ അമ്മേ. വിജയന്റെ പാട്ടിന് മാത്രമല്ല ഭംഗി, വിജയനും നല്ല ഭംഗിയുണ്ട്. ഈ വേഷം വിജയന് നന്നായി ചേരും. താങ്ക്സ്. വെറും താങ്ക്സ് മാത്രം പറഞ്ഞ് എന്നെ തൃപ്തിപ്പെടുത്താമെന്ന് കരുതണ്ട. അല്ലാതെ ഈ പാവപ്പെട്ട ഞാൻ എന്ത് തരാനാണ്? വേറെ എന്തെല്ലാം ഇരിക്കുന്നു തരാം.
എല്ലാം ഞാൻ ചോദിച്ചു വാങ്ങിക്കും. ഐ ലൈക്ക് യു വെരി മച്ച് വിജയൻ. സുനന്ദയ്ക്ക് എല്ലാവരെയും ഇഷ്ടമാണല്ലോ. അതുപോലെയല്ല, വിജയന്റെ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ എല്ലാം മറക്കുന്നു. വിജയന് വേണ്ടി ഞാൻ പ്രമോദിനോട് പോലും പിണങ്ങി. ഇങ്ങനെ സംസാരിച്ചു നിന്ന സമയം പോകും കേട്ടോ. നിർമ്മലേ, എന്റെ ഒരു നീല ടൈ ഉണ്ടായിരുന്നത് കാണുന്നില്ലല്ലോ. നിങ്ങൾ എങ്ങോട്ട് പോകാനായി കോട്ടും ടൈയും ഒക്കെ അന്വേഷിക്കുന്നത്? ഗാനമേളയ്ക്ക്, വിജയന്റെ ഗാനമേളയ്ക്ക് ഞാൻ വരുന്നില്ലേ? നിങ്ങൾ വരുന്നില്ല. കൃഷ്ണ, ഞാൻ വരുന്നില്ലേ? പറഞ്ഞതുപോലെ ഞാൻ വന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നമ്മുടെ മോനെ പ്രതാപൻ വരുന്ന കാര്യത്തിന് ടെലഗ്രാം വന്നത് മറന്നുപോയോ? ഇന്ന് വൈകിട്ടത്തെ ട്രെയിനല്ലേ അവൻ വരുന്നത്. അതിനെന്താ കാർ അയക്കാൻ? കാർ അയച്ചാ പോരാ, നിങ്ങൾ പോയി അവനെ കൂട്ടിക്കൊണ്ടുവരണം. അല്ലാതെ ആ മാത്യൂസിനെ മാതിരി ഭാര്യ പോകുന്ന പുറകെ ടോർച്ചും കൊണ്ട് നടന്നാ പോരാ. മാത്യൂസിനെ പോലും ഞാനാവിയേ, പുരുഷത്വം ഇല്ലാത്തവൻ, പെൺകൊന്നൻ, ഹസ്ബൻഡ്. അപ്പോ നിർമ്മലേ, ആ ഗാനമേള ഒരക്ഷരം പോലും ഞാൻ കേൾക്കണ്ടായിരുന്നു. ഡ്രൈവർ, കാറൊക്കെ നിർത്തൂ. പരിപാടി കേമമായിരിക്കണം കേട്ടോ. മിക്കവാറും എല്ലാ പ്രൊഡ്യൂസർമാരെയും ഞാൻ നേരിട്ട് തന്നെ ക്ഷണിച്ചിട്ടുണ്ട്. നന്നായി പാടണം. ശരി.